Hello dear students, welcome to 11th lecture of single entry accounting. In this lecture, we are going to discuss problems relating to the conversion method. And before that, what is a conversion method? Conversion method is like a method you are converting the single entry transactions into the double entry format. Whenever you are converting the single entry transactions into the double entry format, the term is known as the conversion method. So nowadays, a lot of the institutions are maintaining the single entry transactions, and for the final audit, they have to convert the single entry transactions into the double entry format. So the conversion method is one of the important method used for converting the entire single entry transaction to the double entry format. നമ്മളെ സംബന്ധിച്ച് സിംഗിൾ എൻട്രി ട്രാൻസാക്ഷൻസ് ഡബിൾ എൻട്രി ആക്കി മാറ്റാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് കൺവേർഷൻ മെത്തേഡ്. ഓക്കെ, ആൻഡ് ഡിസ്കസിങ് ദ ഡിഫറെൻറ്റ്, നമുക്കറിയാം കൺവേർഷൻ മെത്തേഡിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. സിംഗിൾ എൻട്രി ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. ആ സമയത്ത് കൺവേർഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഈ കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്യും പലപ്പോഴും നമുക്ക് ഒരുപാട് മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. മിസ്സിംഗ് ഫിഗേഴ്സ് നമുക്കറിയാം, ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ്, ബിൽസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ബിൽസ് പേബിൾ ഇഷ്യൂ ഡ്യൂറിംഗ് ദ ഇയർ, ക്യാഷ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മൾ നോർമലി അധികം ഓപ്പൺ ചെയ്യേണ്ടി വരുന്ന അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ആ അക്കൗണ്ടുകളുടെ ഫോർമാറ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ ഫോർമാറ്റുകൾ വളരെ ഇമ്പോർട്ടൻറ്റ്. നോർമലായിട്ട് മിക്ക ക്വസ്റ്റിനും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവ്ഡും ബിൽസ് പേബിളും ക്യാഷ് അക്കൗണ്ടും ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസാക്ഷൻ്റെ ഭാഗത്ത് ആവശ്യമായിട്ട് വരാം. കാരണം ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ എന്തായാലും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ടോട്ടൽ സെയിൽസിനെയാണ് ഇമ്പോർട്ടൻസ്, അതുപോലെ ടോട്ടൽ പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ബിൽസ് റിസീവബിളും ട്രേഡിംഗ് അക്കൗണ്ടും വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. ബിൽസ് റിസീവബിളും നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് പലപ്പോഴും ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്ന അക്കൗണ്ടാണ്. കാരണം ബിൽസ് റിസീവബിൾ ഡ്യൂറിംഗ് ദി ഇയർ ആണ് നമ്മൾ പലപ്പോഴും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എഴുതാം. ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പലപ്പോഴും കണക്റ്റഡ് ആണ്. ബിൽസ് പേബിൾ ഇഷ്യൂ ഡ്യൂറിംഗ് ദി ഇയർ ആണ് പലപ്പോഴും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി ക്യാഷ് ബുക്കിന്റെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട്, ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇല്ല, ക്യാഷ് ബുക്കിന്റെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ലെറ്റ് ഡിസ്കസ് ദ ഫോർമാറ്റ് വൺസ് അഗെയിൻ. ദ ഫസ്റ്റ് ഫോർമാറ്റ് നമുക്കറിയാം, അസർടൈൻമെന്റ് ഓഫ് സെയിൽസ്. സെയിൽസ് കണ്ടുപിടിക്കുന്നതാണ്. സെയിൽസ് കണ്ടുപിടിക്കുന്ന ഫോർമാറ്റിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. ടോട്ടൽ സെയിൽസ് മീൻസ് ദ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കേണ്ടത്? ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമൽ ഒരു ഫോർമാറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാണാപ്പാടം പഠിക്കുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നോക്കി നമുക്ക് ഐറ്റംസ് ഫെമിലിയർ ആവാനായിട്ട് സാധിക്കും. ബാലൻസ് ബ്രോഡ് ഓൺ ഡെബിറ്റ് സൈഡിൽ വരും. ബിൽസ് റിസീവ്ഡ് ഡിസ്ഹോണർ ചെയ്യണത് ഡെബിറ്റ് സൈഡിൽ. ഫ്രൈറ്റ് എനി ചാർജസ് വരുമ്പോൾ എക്സ്പെൻസുകളാണ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട് കൂടുതലായിട്ട് എക്സ്പെൻസ് ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നെങ്കിൽ നമുക്ക് ഡെബിറ്റ്സ് ആണ്. ട്രാൻസ്ഫേഴ്സ് ഡെബിറ്റ് വരുന്നത്, അതുപോലെ ക്യാഷ് പെയ്ഡ്, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസുകൾ നോർമലിക്കും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ബൈ ബാങ്ക് എമൗണ്ട് റിസീവ്ഡ്, ബിൽസ് റിസീവ്ഡ് എന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ കസ്റ്റമേഴ്സ്, മീൻസ് ട്രേഡേഴ്സ് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ഇങ്ങോട്ട് തന്നിട്ട് ഡിസ്കൗണ്ട് അലൗഡ് തന്നെ നമ്മളിവിടെ കാണിക്കുക. റിട്ടേൺ, സെയിൽസ് റിട്ടേൺസ്, അതുപോലെ അലവൻസസ് റിസീവ്ഡ്, ട്രാൻസ്ഫേഴ്സ് ക്രെഡിറ്റ്, ബാഡ് ഡെപ്റ്റ്, ബാലൻസ് ക്യാരിഡ് ഓൺ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഫോർമാറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകളാണ്. അതിനുശേഷം നമുക്ക് എപ്പോഴും ഇവിടെയാണ് ബാലൻസ്, അവിടെയാണ് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് ക്രെഡിറ്റ് സെയിൽസ് വരുന്നത്. അപ്പോൾ അതിന് അസർടൈൻമെന്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ക്രെഡിറ്റ് സെയിൽസ് കിട്ടണം. അതിനുശേഷം ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സെയിൽസ് നമുക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പർച്ചേസ് നമുക്കറിയാം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട്. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ക്യാഷ് പെയ്ഡ്, ബിൽസ് പേയബിൾ, ഡിസ്കൗണ്ട് റിസീവ്, അലവൻസസ് ആൻഡ് റിബേറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്, ദെൻ പർച്ചേസ് റിട്ടേൺസ്, ബാലൻസ് ക്യാരിഡ് ഓൺ. ഇതൊക്കെയാണ് നമുക്ക് നോർമലി
ഡെബിറ്റ് സൈഡിൽ വരാം. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് പ്രോ ഡൗൺ, ക്യാഷ് റിസീവ്ഡ്, ബിൽസ് പേയബിൾ, ഡിസോണർ, ട്രാൻസ്ഫർ, ക്രെഡിറ്റ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റ് സൈഡ്. ഇതൊരു ഫോർമാറ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെയാണ് ക്രെഡിറ്റ് പർച്ചേസും കാണാനായിട്ട് സാധിക്കുക. ക്രെഡിറ്റ് പർച്ചേസ് കാണുന്നത് നമുക്ക് ഷോർട്ടേജ് വരുന്നത് ബാലൻസിങ് ഏറ്റവും കൂടുതൽ വരാം ഇവിടെയായിരിക്കും. അപ്പോൾ അവിടെയാണ് ക്രെഡിറ്റ് പർച്ചേസ് കാണാം. ഈ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ പർച്ചേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ പർച്ചേസസ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ബിൽസ് റിസീബിൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന അക്കൗണ്ട് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്. കാരണം ബിൽസ് റിസീബിൾ ഇവിടെ വരുന്ന ഈ എലമെന്റ് ബിൽസ് റിസീബ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിക്കുക. സൺട്രി ഡെപ്റ്റേഴ്സിൽ നമ്മൾ ബിൽസ് റിസീബിൾ ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ കാണിക്കുക. ഡെബിറ്റ് സൈഡിൽ എഴുതി ക്രെഡിറ്റ് സൈഡിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ബിൽസ് റിസീബിളും സൺട്രി ഡെപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. ബാലൻസ് പ്രോഡൗൺ ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, ദെൻ ബൈ ക്യാഷ്, ബൈ ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീബിൾ ഡിസോണർ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീബിൾ എൻഡോസ്ഡ്, ഇതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ബാലൻസ് ക്യാരിഡ് ഓൺ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇവിടെ വരുന്ന ബാലൻസ് ആണ് സൺട്രി ബിൽസ് റിസീബിൾ ഡ്യൂറിംഗ് ദി ഇയർ എന്ന് നമ്മൾ എഴുതുക. ദാറ്റ് മീൻസ് ടു സൺട്രി ഡെപ്റ്റർ എഴുതുന്ന എമൗണ്ട് ബിൽസ് റിസീബിൾ ഡ്യൂറിംഗ് ദി ഇയർ ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഈ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഈ ബിൽസ് റിസീബിൾ ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്ന എമൗണ്ട് ആണ് നമ്മൾ എവിടെ കാണിക്കുക? സൺട്രി ഡെപ്റ്റേഴ്സിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്, ബിൽസ് റിസീബിൾ ഡ്യൂറിംഗ് ദ ഇയറിൽ കാണിക്കുന്നത്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സും ബിൽസ് റിസീബിൾ വളരെയധികം കണക്റ്റഡ് ആണ്. ഇത് നമുക്കറിയാം ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇതുപോലെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്ന ക്യാഷ് പേയ്മെന്റ്സുകൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീബിൾ, ഡിസോണർ, ദെൻ ടു ബാലൻസ് ക്യാരിഡ് ഓൺ, ഇതൊക്കെയാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരാം. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് പ്രോഡൗൺസ്, ദെൻ ബൈ സൺട്രി, ഇത് ബാലൻസിംഗ് ഫിഗർ ആണ്. ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇഷ്യൂഡ്, ഇത് ബാലൻസിംഗ് ഫിഗർ ആണ് എപ്പോഴും വരാം. ഇതിന് നമ്മളിവിടെ തന്നെ ബാലൻസിംഗ് ഫിഗർ എഴുതി മാറുന്നത്. ഇവിടെ ഒരു ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മുടെ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് എന്ന് വരാം. ഈ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ആണ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കാണിക്കുക. അപ്പോൾ ബിൽസ് പേയബിൾ സൺട്രി ക്രെഡിറ്റേഴ്സ് വളരെ കണക്റ്റഡ് ആണ്. ഇവിടെ വന്നിട്ടുള്ള ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഒരു ആക്സെപ്റ്റഡ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ആൻഡ് ആക്സെപ്റ്റഡ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ട് കണക്റ്റഡ് ആണ്. ബിൽസ് റിസീബിൾ അക്കൗണ്ടും ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കണക്റ്റഡ് ആണ്. കാരണം ഈ എമൗണ്ട് ബിൽസ് റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ കിട്ടുന്നത്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലെ ബിൽസ് റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ കിട്ടുന്നത് നമുക്ക് ഇവിടെ ഈ ബാലൻസിൽ നിന്നാണ്. അതുപോലെ ബിൽസ് പേയബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടെ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ഉണ്ട്. ഈ ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ബിൽസ് പേയബിൾ ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് പേയബിളും വളരെയധികം കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന എലമെന്റ് ആണ് ചില സിറ്റുവേഷനിൽ ക്യാഷിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നും പറയില്ല. അപ്പോൾ ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള എലമെന്റ് ആണ്. അപ്പോൾ ക്യാഷുമായിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ക്യാഷ് അക്കൗണ്ട്. ഈ ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, റെസീപ്റ്റ്സുകൾ മുഴുവൻ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, പേയ്മെന്റ്സുകൾ മുഴുവൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നമുക്ക് എടുത്ത റെസീപ്റ്റ്സ്, ഇൻകംസ് മുഴുവൻ ഡെബിറ്റ് സൈഡിലാണ്. സോ നമുക്ക് ബാലൻസ് പ്രോഡൗൺ ക്യാഷ് വന്നിട്ടുള്ളത്, ക്യാപിറ്റൽ അത് ബിസിനസ്സിൽ വന്നിട്ടുള്ള, ദെൻ സെയിൽസും കിട്ടിയിട്ടുള്ളത്, ഡെപ്റ്റേഴ്സ് ആസ് പെർ ദ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് വരുന്ന ബെനിഫിറ്റ്, ലോൺ ഫ്രം എനി വൺ ആയിരുന്നു എടുത്ത് വരുന്ന പൈസ മുഴുവൻ നമ്മൾ ഇവിടെയാണ് കാണിക്കുക. ദെൻ ബാങ്ക് വിഡ്രോവൽസ് നമ്മൾ കയ്യിൽ വന്നിട്ടുള്ള എമൗണ്ട്, ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ നോർമലി പേയ്മെന്റ്സ് ആയിരിക്കും, അസറ്റ്സ്, ഫർണിച്ചർ, ക്യാഷ് പർച്ചേസ് ചെയ്യുന്നത്, ഡ്രോയിങ്സ്, എക്സ്പെൻസസ് കൊടുക്കുന്നത്, പേഴ്സണൽ ഡ്രോയിങ്സ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ബാലൻസ്, ക്യാഷ് ബാലൻസ്, ലോൺ ടു എനി വൺ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഡെപ്പോസിറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റുകൾ. അപ്പോൾ ഡെപ്പോസിറ്റുമായിട്ടുള്ള എലമെന്റ്, ക്യാരേജ് ഇൻവേർഡ് ഔട്ട്വേർഡ്, മിസ്ലീനിയസ് എക്സ്പെൻസസ്, ദെൻ ഇതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇതാണ് നോർമലി അധികം ട്രാൻസാക്ഷനിൽ ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റുകൾ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് പേയ്മെന്റുകളാണ് കാണിക്കും. ഇവിടെ ഒക്കെ റെസിപ്റ്റുകളാണ്, ഇവിടെ ഒക്കെ പേയ്മെന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിന് ശേഷമാണ് നമ്മൾ ആ ബാലൻസ് ക്യാരി ഡൗൺ ഐഡന്റിഫൈ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഈ ലോജിക്കാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എപ്പോഴും വരുന്ന ആവശ്യം വരുന്ന അക്കൗണ്ടാണ്. നമുക്ക് എപ്പോഴും കൺവേർഷൻ മെത്തേഡിൽ ആവശ്യമായിട്ട് വരുന്ന അക്കൗണ്ടുകളാണ് ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. എന്തിനു വേണ്ടി? ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ. ദെൻ ഇനി ചില ക്രെഡിറ്റ് സെയിൽസ് തരും, അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സോ ഡെപ്റ്റേഴ്സും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആണ് എഴുതാം. ഇനി അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. ടോട്ടൽ പർച്ചേസ് പറഞ്ഞാൽ ക്യാഷ് സെയിൽസും ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസുമാണ്.
ഇനി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ബാലൻസ് കിട്ടാൻ വേണ്ടി. കാരണം ഈ ബാലൻസ് ആണ് നമ്മൾ എവിടെ കാണിക്കുക, സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവബിൾ ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞ് കാണിക്കരുത്. അതുപോലെ ബിൽസ് പേയബിൾ പ്രിപ്പയർ ചെയ്ത് ഈ ബാലൻസ് കിട്ടാൻ വേണ്ടി സൺട്രി ഡെപ്റ്റേഴ്സ് ബിൽസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ബിൽസ് ഇഷ്യൂഡ് ആക്സെപ്റ്റഡ്. കാരണം ഇതായിരിക്കും നമ്മൾ എവിടെ കാണിക്കുക, ബിൽസ് പേയബിൾ ഇഷ്യൂഡ് or ആക്സെപ്റ്റിൽ കാണിക്കുക. ക്രെഡിറ്റേഴ്സും പേയബിളും കണക്റ്റഡ് ആണ്. അപ്പോൾ റിസീവബിളിന്റെയും പേയബിളിന്റെയും ബാലൻസ് നിങ്ങൾ ആദ്യം അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം അതിന്റെ ബാലൻസ് ക്വസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമേ ഡെപ്റ്റേഴ്സിലേക്കും ക്രെഡിറ്റേഴ്സിലേക്കും നമ്മൾ പോയാൽ മതി. ദാറ്റ്സ് എ ലോജിക്. ദെൻ ഇറ്റ്സ് എ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിസീപ്റ്റ്സ് മുഴുവൻ ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ്സ് മുഴുവൻ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് we are going to the problem. Let us discuss a problem. Mr. Young keep his book single entry form of the following. That means Mr. Young keep his book on single entry system. Mr. Young keep his book on single entry system. From the following, prepare the trading and profit and loss account for the rented and the balance sheet as on that date, 31st March. ശ്രദ്ധിച്ച് ഇതിനെ കാണാൻ സാധിക്കും. മിസ്റ്റർ യങ് സിംഗിൾ എൻട്രിയിലാണ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ലിസൺ, യങ് ഈസ് കീപ്പിംഗ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. ഐ ഹാവ് ടു പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സോ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ കൺവേർഷൻ മെത്തേഡാണ്. കാരണം എപ്പോഴും സിംഗിൾ എൻട്രി എന്നിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കൺവേർഷൻ മെത്തേഡാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്യാഷ് ബുക്ക് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ക്യാഷ് ബുക്ക് March 31st 2017 March 31st മാർച്ച് ഇയർ എൻഡിൽ വന്നിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ഡെപ്റ്റേഴ്സ് 25,000, സെയിൽസ് 15,000. ദെൻ 1st April 2016 ഏപ്രിൽ വർഷത്തിന് തുടക്കത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ ഇൻട്രസ്റ്റ് 100, ഡ്രോയിങ്സ് 2,000, സാലറി 8,500, എക്സ്പെൻസ് 7,900, ക്രെഡിറ്റേഴ്സ് 15,000. ദെൻ ബാലൻസ് ക്യാരിഡ് ഓൺ. ക്യാഷിൽ ബാങ്കിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാങ്കിന് 2425 ക്യാഷിന് 75 ആണ്. അപ്പോൾ അതിന്റെ ക്യാഷ് ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേഫ് ആണ്. ക്യാഷ് ബുക്ക് തന്നിട്ടുള്ളത് ഈ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്ക് ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ക്യാഷ് ബുക്കിന്റെ ട്രാൻസാക്ഷൻസ് ആണ് തന്നെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ക്യാഷ് ബുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. വി ആർ സേഫ്. ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫോർ ദ ഡീറ്റെയിൽസ് ഇനി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പറയുന്നുണ്ട്. 1st April 2016 ആണ് സ്റ്റാർട്ടിംഗ്, 31st March ആണ് ഇയർ എൻഡിങ്. 1st April വരുന്ന ബാലൻസ് സ്റ്റോക്ക് 9,000, then closing balance 10,220, creditors 8,000 and closing by 5,500, debtors 22,000 and 30,000, office premises 15,000 and closing balance is 15,000, furniture is 1,000 and your closing balance also 1,000. Opening balance ഉണ്ട്, closing balance ഉണ്ട്. Provide 5% interest on young capital balance on 1st April. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അത് ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ കണ്ടുപിടിക്കണം. പ്രൊവൈഡ് ₹1,500 ഡൗട്ട്ഫുൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ട് 1,500. ഡിപ്രീസിയേഷൻ 5% ഓൺ ഫിക്സഡ് അസറ്റ്സ്. എല്ലാ ഫിക്സഡ് അസറ്റുകൾക്കും 5%. 2 ഫിക്സഡ് ഓഫീസ് പ്രിമൈസും ഫർണിച്ചറാണ്. അപ്പോൾ ഇതിനൊക്കെ 5%. ആൻഡ് 5% ഗ്രൂപ്പ് കമ്മീഷൻ ആസ് ഇൻസെന്റീവ്. കമ്മീഷൻ, മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ. 5% group commission as incentive staff to be provided for on net profit after meeting all of that. That means before charging and after charging. ഇവിടെ പറഞ്ഞുള്ള ആഫ്റ്റർ ചാർജിങ് ആണ്. ആ ലോജിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ പ്രോഫിറ്റ് നമ്മൾ സോൾ ട്രേഡർ പഠിക്കുന്ന സമയത്ത് കമ്മീഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു കൺസെപ്റ്റ്. ബിഫോർ ചാർജിങ് ആണ് 100/% ആണ്. ആഫ്റ്റർ ചാർജിങ് ആണ് 100/% പ്ലസ് 100 ആണ് നമ്മൾ കൊടുക്കുക. ആ ഒരു ലോജിക്ക് ഓർമ്മയിൽ വരണം. കാരണം നമ്മൾ സോൾ ട്രേഡറിൽ പഠിച്ച ലോജിക്ക് ഉണ്ട്, ബിഫോർ ചാർജിങ് കമ്മീഷനും ആഫ്റ്റർ ചാർജിങ് കമ്മീഷനും. സംശയമുള്ളവർ നിങ്ങൾ +2 +1 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് കമ്മീഷനെ കുറിച്ച് ചാർജ് ചെയ്യുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആ കമ്മീഷന്റെ ആ നോട്ട് നോക്കി തന്നെ കാണാൻ സാധിക്കും. ബിഫോർ ചാർജിങ് ഉണ്ട്, ആഫ്റ്റർ ചാർജിങ്. ബിഫോർ ചാർജിങ് ആണെങ്കിൽ ആ %/100 ആണ് കൊടുക്കുക. ആഫ്റ്റർ ചാർജിങ് എങ്കിൽ %/100 +% ആണ് കൊടുക്കുക. ആ ഒരു ലോജിക്ക് ഓർമ്മയിൽ വരണം. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളെടുത്ത് ഇനി പ്രിപ്പറേഷനിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് ഉണ്ട്. അപ്പോൾ ക്യാഷ് ബുക്കിനെ കുറിച്ച് വറിയിടാണ്ട് ആവശ്യമില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ് എപ്പോൾ വേണമെങ്കിൽ വരാം. അതറിയാൻ വേണ്ടി എപ്പോഴും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. നമുക്ക് പറഞ്ഞാലും പ്രിപ്പയർ ചെയ്യുന്ന ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് പലപ്പോഴും ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് സെയിൽസ് വരാം. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. ബിൽസ് റിസീവബിളും ബിൽസ് പേബിളും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടില്ല, സേഫ്. അതുണ്ടെങ്കിൽ അത് ആദ്യം പ്രിപ്പയർ. നേരത്തെ പറഞ്ഞു
ലാസ്റ്റ് ഡിസ്കഷൻ പ്രോബ്ലം 10th ലെക്ചറിൽ പറഞ്ഞു ബിൽസ് റിസീവബിളും ബിൽസ് പേബിൾ ബാലൻസുകൾ ഓപ്പണിംഗോ ക്ലോസിംഗോ ഏതെങ്കിലും ബാലൻസ് പറഞ്ഞാൽ ആദ്യം പ്രിപ്പയർ ചെയ്യണം. കാരണം ബിൽസ് റിസീവബിളും സൺഡ്രി ഡെപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്, ബിൽസ് പേബിളും സൺഡ്രി ക്രെഡിറ്റേഴ്സും ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ബിൽസ് റിസീവബിളും ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ. പക്ഷേ ഇവിടെ ബിൽസ് റിസീവബിളും ഇല്ല, ബിൽസ് പേബിൾ, അപ്പോൾ വി ആർ സേഫ്, നമുക്ക് അത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാത്രം പ്രിപ്പയർ ചെയ്താൽ ഓക്കെ. അപ്പോൾ ആദ്യം ഡെപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്യാഷിന്റെ ട്രാൻസ്ഫർ ഓൾ തന്നിട്ട്, അപ്പോൾ ക്യാഷ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ബുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മാത്രം. അപ്പോൾ ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, സൺഡ്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ആൻഡ് വി ആർ പ്രിപ്പയർ ദ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ആൻഡ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്, അത് പറഞ്ഞാലും ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വി ആർ 22,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്, 22,000 ഓപ്പണിംഗ് ബാലൻസ്. ആൻഡ് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 30,000 ക്ലോസിംഗ് ബാലൻസ്. ഇനി നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് നോക്കാം. യെസ്, റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റേഴ്സ്, ഇതിനകത്ത് ഡെപ്റ്റേഴ്സ് 25, അപ്പോൾ ദാറ്റ് മീൻസ് ക്യാഷ് റിസീവ്ഡ് ആണ്, ഇതെല്ലാം റിസീവ്ഡ് ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റേഴ്സ് 25,000 അപ്പോൾ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റേഴ്സ് 25,000. ഇനി എന്തെങ്കിലും ഡെപ്റ്റേഴ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ നോക്കി, ഇവിടെ ഒന്നും വരുന്നില്ല. ഇവിടെ ഡെപ്റ്റേഴ്സുമായിട്ട് ഇൻകംസിന് ഒന്നുമില്ല, വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ ഒരു ട്രാൻസാക്ഷനും ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് വരുന്നത് 33,000 ആണ്. 33,000 നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇനി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, കറക്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് 8,000, ഓപ്പണിംഗ് ബാലൻസ് 8,000 ആണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് 5,500, ക്ലോസിംഗ് ബാലൻസ് 5,500 ആണ്. ഇനി ക്രെഡിറ്റേഴ്സുമായിട്ട് എന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പേയ്മെന്റ്സ് നോക്കണം. ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ വരുന്നുണ്ട് 15,000 പേയ്മെന്റ്സ് ഉണ്ട്, 15,000 പേയ്മെന്റ്സ് വരുന്നുണ്ട്. സോ ദർ ഇസ് 15,000 ക്യാഷ് പെയ്ഡ് ഉണ്ട്, 15,000 നമ്മൾ കൊടുക്കണം. കാരണം ക്യാഷ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് 15,000 പേയ്മെന്റ് ഉണ്ട്, 15,000 ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തു 15,000 ക്യാഷ് പെയ്ഡ് ആണ്. നമ്മൾ അത് ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നു. നമുക്കറിയാം ക്രെഡിറ്റേഴ്സിന്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എലമെന്റ് കാണാൻ സാധിക്കും. ക്രെഡിറ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ് ക്യാഷ് പെയ്ഡ് എന്ന് പറഞ്ഞ എലമെന്റ്. അപ്പോൾ ആ ക്യാഷ് പെയ്ഡ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കും. ദെൻ അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണം. അതുപോലെ ക്യാഷ് റിസീവ് ഫ്രം ദ കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് അവിടെ കാണിക്കേണ്ടതായിട്ട് വന്നത്. ഇവിടെ റിസീവ് ഫ്രം ദ ഡെപ്റ്റേഴ്സ് കാണിച്ചു, ഇവിടെ ക്യാഷ് പെയ്ഡ് കാണിച്ചു. ഇനി വേറൊരു ട്രാൻസാക്ഷനും ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്നില്ല, ഓൾറെഡി ഇത്ര ട്രാൻസാക്ഷൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അങ്ങനെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ക്രെഡിറ്റ് പർച്ചേസ് വരുന്നത് 12,500, 12,500 നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കിട്ടി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അവിടെ നിന്ന് ക്രെഡിറ്റ് സെയിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു, ക്രെഡിറ്റ് പർച്ചേസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി പ്രോബ്ലം മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടൊരു എലമെന്റ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലാണ്ട് നമുക്ക് പ്രോബ്ലം തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ഇവിടെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. സ്റ്റോക്ക് 9,000, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, ഓഫീസ് പ്രൊമൈസസ്, ഫർണിച്ചർ, ഇതെല്ലാം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോഴും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എവിടെയും പുറത്തേക്ക് ഇട്ടുണ്ടായിരിക്കും. ഇവിടെ കണ്ടു, ഇത് 1st ഏപ്രിലിന്റെ ബാലൻസ് ആണ്. 1st ഏപ്രിൽ 2016 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ഉണ്ട്, പക്ഷെ അത് ഇവിടെ കാണുന്നില്ല, പക്ഷെ ക്യാഷ് ബുക്കിലാണ് കിടക്കുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ഓർമ്മയിൽ വെക്കണം, അത് 1st ഏപ്രിലിന്റെ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. 1st ഏപ്രിൽ 2016 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ്, ഈ ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് 9,000, സ്റ്റോക്ക് ഇൻ ഹാൻഡ് 9,000. ദെൻ ക്രെഡിറ്റേഴ്സ് 8,000, ക്രെഡിറ്റേഴ്സ് 8,000. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് 22,000, ഡെപ്റ്റേഴ്സ് 22,000. ഓക്കെ, ദെൻ ഓഫീസ് പ്രൊമൈസ് ആൻഡ് ഫർണിച്ചർ 15,000ഉം 10,000ഉം, സോറി 15,000ഉം 1,000ഉം, 15,000ഉം 1,000. ഓഫീസ് ഫർണിച്ചർ 1,000, പ്രൊമൈസസ് 15,000. ദെൻ ഓൾസോ യുവർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇത് എടുക്കണം, ഇതാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. കാരണം ഇത് ബാലൻസ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ എപ്പോഴും ഇത് കൗണ്ടർ ചെക്ക് ചെയ്യുക. കാരണം എപ്പോഴെങ്കിലും ഒരു ബാലൻസ് എവിടെയെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഓർമ്മയിൽ വെക്കുക, ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് നിങ്ങൾ എടുക്കണം. അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ എടുക്കേണ്ട, ഓപ്പണിംഗ് ബാലൻസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് 16 വരുന്ന 4,000. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. യെസ്, ഓവർ ഡ്രാഫ്റ്റ് 4,000. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബാലൻസ് എടുക്കുക. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ വരും 35,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്തു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് 35,000. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ദിസ് ഇസ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ റിയൻ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഓപ്പണിംഗ് സ്റ്റോക്ക് 9,000, stock in then at closing is 10,220. So opening stock is 9,000, then closing is 10,220. Any purchases
പർച്ചേസ് നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി 12,500. ക്യാഷ് പർച്ചേസ് എവിടെയാണ് പറഞ്ഞത്? ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിൽ ക്യാഷ് പർച്ചേസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ക്യാഷ് പർച്ചേസിനെ കുറിച്ച് നമുക്കൊന്നും പേയ്മെന്റ്സുകളൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ക്യാഷ് പർച്ചേസ് ഇല്ല. അപ്പോൾ ഓൺലി ഇത് ക്രെഡിറ്റ് പർച്ചേസ് 12,500 ക്രെഡിറ്റ് പർച്ചേസ്. ഇനി സെയിൽസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് വന്നിട്ടുണ്ട് 33,000 ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് വന്നിട്ടുള്ളത്. ദെൻ ക്രെഡിറ്റ് സെയിൽ 33,000. ക്യാഷ് സെയിൽസ് ഉണ്ടായിരിക്കും. ക്യാഷ് നോക്കിയാൽ ക്യാഷ് സെയിൽസ് 15,000. അപ്പോൾ 15,000 പ്ലസ് and you are the 33,000. That's a 48,000 is your the total sales. Okay. അപ്പോൾ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാലൻസ് എടുക്കാൻ സാധിക്കും. ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 36,720 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്തു 36,720. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. എന്തായാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് വന്നത് ഇൻട്രസ്റ്റ് 100, then salaries 8,500, expense 7,900. ഇതാണ് നമുക്ക് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഇൻട്രസ്റ്റ് 100, സാലറി 8,500, എക്സ്പെൻസ് 7,900. അപ്പോൾ ഇത്ര നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പോകും. എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രൊവൈഡ് 5% ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 35,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 35,000 into 5/100, 1,750 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി നമുക്ക് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രൊവൈഡ് 1,500 ആസ് ഡൗട്ട്ഫുൾ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ട് 1,500. ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 1,500. ഓക്കെ. ഇനി നമുക്ക് വരുന്ന അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 5% ഡിപ്രീസിയേഷൻ ഫിക്സഡ്. രണ്ട് ഫിക്സഡ് അസറ്റ് ആണ്. 15 ക്ലോസിംഗുമാണ് ശ്രദ്ധിക്കുക. 15,000 1,000. 15,000 5%, 1,000 5%. 15,000 5% 750 rupees വരും അല്ലേ? 15,000 5% 750 ആണ്. ഫർണിച്ചർ 1,000 ആണ്. 1,000 5% 50 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 50 + 750 800 ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മീഷൻ പറയുന്നുണ്ട്. 5% ഗ്രൂപ്പ് കമ്മീഷൻ ഇൻസെന്റീവ്സ് ടു സ്റ്റാഫ് ടു പ്രൊവൈഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിനെയാണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ചാർജിങ് ഓൾ എക്സ്പെൻസ്. ബിഫോർ ചാർജിങ് ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആഫ്റ്റർ ചാർജ്. അപ്പോൾ കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. കമ്മീഷന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5% ഗ്രൂപ്പ് കമ്മീഷൻ ആസ് ഇൻസെന്റീവ് സ്റ്റാഫ് ടു ബി പ്രൊവൈഡ് ഓൺ ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടത് എല്ലാ എക്സ്പെൻസുകൾക്കും ശേഷം മാത്രമേ കമ്മീഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ. എത്ര 5% ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ കമ്മീഷൻ കണ്ടുപിടിക്കണം. കമ്മീഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ലോജിക് എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ചാർജിനേക്കാൾ മുമ്പുള്ള നമ്മുടെ എക്സ്പെൻസ് എത്ര, ഇപ്പോൾ നിൽക്കുന്ന പ്രോഫിറ്റ് എത്ര. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. നോഷണൽ പ്രോഫിറ്റ് മീൻസ് ഇൻകം. ഇപ്പോൾ കിട്ടുന്ന ഇൻകം, ഇപ്പോൾ നിൽക്കുന്ന ഇൻകം എത്രയാണ്? 36,720 ആണ് ഇപ്പോൾ നിൽക്കുന്ന ഇൻകംസ്. ദെൻ എക്സ്പെൻസസ് എക്സെപ്റ്റ് കമ്മീഷൻ. കമ്മീഷൻ ഒഴിച്ചുള്ള എക്സ്പെൻസ്. ദാറ്റ് മീൻസ് എങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് 100, 8,500, 7,900, 1,500, 800, 1,750. ഇതാണ് നമുക്ക് അതിന് ശേഷം കമ്മീഷൻ ചാർജിന് മുമ്പുള്ള എക്സ്പെൻസുകൾ. ഓക്കെ. അപ്പോൾ ഇത് എക്സ്പെൻസ് പറഞ്ഞ് നമുക്ക് വരുന്നത് 20,550 ആണ്. 20,550 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ദാറ്റ് മീൻസ് 100 + 8,500 + 7,900 + 1,500, ദെൻ 800 + 1,750. അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെൻസ്, ഇൻകം മൈനസ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസുകൾ മൊത്തമായിട്ട് വരുന്നത് 20,550 ആണ്. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ്. 16,170 ആണ് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നോഷണൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ കമ്മീഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 5% ആണ്. ആഫ്റ്റർ ചാർജിങ് ആണ്. ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ദ 100+% ചെയ്യണം. ബിഫോർ ചാർജിങ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 മാത്രം ചെയ്ത്. ഇവിടെ ആഫ്റ്റർ ചാർജിങ് ആണ്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് 16,170 ആണ്. ഇൻറ്റു 5 ഇസ് എ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 + 5 100 + 5 105 770 ആണ് നമ്മുടെ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യണത്. ഈ കമ്മീഷൻ ഇസ് 770. അപ്പോൾ ഈ ലോജിക്കാണ് നമ്മൾ ഓർമ്മയിൽ നോഷണൽ പ്രോഫിറ്റും അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ കമ്മീഷൻ ഐഡന്റിഫൈ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ നോഷണൽ പ്രോഫിറ്റിന്റെ നമ്മൾ പെർസെൻറ്റേജ് കമ്മീഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 770. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. 15,400 ഈസ് യുവർ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചു. നോഷണൽ പ്രോഫിറ്റും നമ്മൾ കമ്മീഷൻ കണ്ടുപിടിച്ചു. ഈ കമ്മീഷന്റെ ലോജിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലോജിക്കാണ്.
ഇനി അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്ക് 10,220 മാറ്റില്ല 10,220 സ്റ്റോക്ക് ഈസ് 10,000 stock is 10,220. Then on after that closing balance ആണ് creditors 5,500 creditors you are the creditors എത്രയാണ് creditors 5,500 മാറ്റില്ല ക്ലോസിംഗ് ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ 5,500 ക്ലോസിംഗ് ബാലൻസ് മാത്രം നോക്കുള്ളൂ. ദെൻ ഡെപ്റ്റേഴ്സ് 30,000 പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് പ്രൊവിഷൻ ഉണ്ട് 1,500 അപ്പോൾ കുറയ്ക്കണം. 30,000 മൈനസ് 1,500 28,500. ഓക്കെ ഇനി അടുത്തത് വരുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് ഓഫീസ് പ്രൊമൈസസ് 15,000 ഫർണിച്ചർ 10,000 ആണ്. അപ്പോൾ അതുമ്പോൾ ഡിപ്രീസിയേഷൻ 5% ഡിപ്രീസിയേഷൻ 5% ഡിപ്രീസിയേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് 5% ഡിപ്രീസിയേഷൻ അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ ഓഫീസ് പ്രൊമൈസസിന്റെ 750 കുറയ്ക്കുന്നു. ദെൻ ഫർണിച്ചറിന്റെ 50 കുറയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് എമൗണ്ട് ആണ് നമുക്ക് ഫൈനൽ കോളത്തിൽ വരാൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ ഒരു അക്കൗണ്ട് എടുക്കുന്നുണ്ട്. ക്യാഷിന്റെ അക്കൗണ്ടിൽ ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നുണ്ട്. ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ ഇയർ എൻഡിങ്ങിലെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എടുത്തിട്ട് വേണം ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യാൻ. കാരണം ഇനി ക്യാഷ് ബുക്ക് തരാ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ആ ബാലൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാഷ് ബുക്ക് നമുക്ക് ഓൾറെഡി തന്നിട്ട് അപ്പം ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ കാണിക്കണം, ഫൈനൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അപ്പോൾ ബാങ്കിന്റെ 2425 ക്യാഷിന്റെ 75 ആണ്. ബാങ്ക് 2425 the bank is 2425 the cash ന്റെ 75 കാണിച്ചു. ഇനി നമുക്കറിയാം ഇനി ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടിയിട്ടുണ്ട്. ഇസ് 35,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ളത്. അതുമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു 1750 ആഡ് ചെയ്യുന്നു. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്തു 1750. ദെൻ നെറ്റ് പ്രോഫിറ്റ് 15,400. ഈ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡ്രോയിങ്സിനെ കാണാൻ പറ്റും. ഡ്രോയിങ്സ് ഉണ്ട് 2,000. അപ്പോൾ 2,000 നമുക്ക് എന്തുണ്ട് ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. ആ ഡ്രോയിങ്സ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് വാല്യൂ കിട്ടി 50,150 ആണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് കമ്മീഷൻ മാനേജ് കമ്മീഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള കമ്മീഷൻ. ആ കമ്മീഷൻ എമൗണ്ട് എപ്പോഴും നമ്മൾ സാധാരണ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ 770 ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് കമ്മീഷൻ ഈസ് 770. ദാറ്റ് മീൻസ് അതൊരു മാനേജേഴ്സ് കമ്മീഷൻ സെയിം ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസെന്റീവ് സ്റ്റാഫ് ആർ ദാറ്റ് മാനേജേഴ്സ് കമ്മീഷൻ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് 770. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ എടുത്ത് കാണാൻ സാധിക്കും 56,420 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും സൺട്രി ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എപ്പോഴും ഉണ്ടാക്കേണ്ടതായിട്ട് വരും. കാരണം എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസ് റിലേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടുമെയാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻസ് ആയിരിക്കും തരാം. ആ ട്രാൻസാക്ഷൻ വെച്ച് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ക്യാഷ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ടത് റിസീവബിളിന്റെയും പേയബിളിന്റെയും ബാലൻസ് തന്നിട്ട് നോക്കുക. റിസീവബിളിന്റെയും പേയബിളിന്റെയും ബാലൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രിപ്പയർ ചെയ്യണം. കാരണം ബിൽസ് റിസീവബിൾ വരുന്ന ബാലൻസ് എവിടേക്ക് ആവശ്യമായിട്ട് വരും, സൺട്രി ഡെപ്റ്റേഴ്സിലേക്ക് ആവശ്യമായിട്ട് വരും. ബിൽസ് പേയബിളിൽ വരുന്ന ബാലൻസ് സൺട്രി ക്രെഡിറ്റേഴ്സിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ക്രെഡിറ്റ് സെയിൽസ് ഐഡന്റിഫൈ ചെയ്തു, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ക്രെഡിറ്റ് പർച്ചേസ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്തു. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിച്ചു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്തു. മാനേജേഴ്സ് കമ്മീഷൻ ആണ് ശ്രദ്ധിക്കുക. കമ്മീഷൻ വരുമ്പോൾ ബിഫോർ ചാർജിംഗ് ഉണ്ട്, ആഫ്റ്റർ ചാർജിംഗ് ഉണ്ട്. രണ്ട് നോഷണൽ പ്രോഫിറ്റുമാണ് കാണുന്നത്. ഇവിടെ ആഫ്റ്റർ ചാർജിംഗ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെർസെന്റേജ് ഡിവൈഡ് ബൈ 100+% ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 16,170 ദെൻ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 105 ആണ് 770 ആണ് വന്നത്. 770 ആണ് നമ്മുടെ കമ്മീഷൻ വരുന്നത്. അതിനുശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മീഷൻ ഇവിടെ കാണിക്കാൻ മറക്കരുത്. അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം കുറച്ച് ഫൈനൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ സിംഗിൾ എൻട്രി ആൻഡ് യു ആർ പ്രിപ്പയറിംഗ് ദ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ഐഡന്റിഫൈങ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് യു ആർ ദ ബാലൻസ് ഷീറ്റ്. So you must prepare the debtors and creditors account. Debtors account mainly for the credit sales and creditors account is mainly for the credit purchase. Okay, so that is normal treatment of this problem relating with your single entry. Okay, anyway, thank you so much and thank you for watching me.